നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത വേൾഡ് കപ്പിൽ സ്പെയിനിന് കിരീട സാധ്യതയുണ്ടോ? സത്യസന്ധമായിട്ട് നിങ്ങൾ പറയണം, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം സ്പെയിനിൻ്റെ കോച്ച് ലൂയിസ് ദിലാഫ്യൂൻ്റെയോടാണ്. ദിലാഫ്യൂൻ്റെ ഇപ്പോൾ AS-നൊരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഇങ്ങനൊരു ചോദ്യം അദ്ദേഹത്തോട് വരുന്നത്. നിങ്ങൾ സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ നമുക്ക്, അതായത് സ്പെയിനിന് അടുത്ത സമ്മറിൽ ലോക ചാമ്പ്യന്മാരാകാൻ പറ്റുമെന്ന്? അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കണം. അദ്ദേഹം ഫേവറിറ്റുകൾ ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്. വേൾഡ് കപ്പിൻ്റെ ഫേവറിറ്റുകൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നു, ഈ ക്വസ്റ്റ്യന് ഞാൻ ഉത്തരം പറയുമ്പോൾ യെസ് വി ക്യാൻ ബി വേൾഡ് ചാമ്പ്യൻസ്, അതെനിക്ക് പറയാൻ പറ്റുക. അതോടൊപ്പം തന്നെ നമ്മൾ കടുത്ത പോരാട്ടം അതിനു വേണ്ടി നടത്തേണ്ടി വരും. മറ്റു ടീമുകളും ഇതുപോലെ തന്നെ പോരാട്ടം നടത്തുമെന്ന് നമ്മൾ ഓർക്കണം. ടോപ്പ് ടീമുകൾ ആരും വെറുതെ അങ്ങ് വഴങ്ങി തരില്ല, തോൽവി സമ്മതിച്ചു തരില്ല, പോരാടി വീഴ്ത്തേണ്ടി വരും. വേൾഡ് കപ്പിലെ ഫേവറിറ്റുകളായിട്ട് ബ്രസീൽ, അർജൻറ്റീന, ജർമ്മനി, ഫ്രാൻസ്, പോർച്ചുഗൽ, മൊറോക്കോ, ഈ ടീമുകളൊക്കെ ഞാൻ കാണുകയാണ്. നോക്കുക, ഇങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് കണ്ടൻറ്റേഴ്സ് വേൾഡ് കപ്പിനുള്ള അല്ലെങ്കിൽ പോരാട്ട വീരത്തിന് സജ്ജരായി നിൽക്കുന്ന ഇത്രയധികം ടീമുകൾ മറ്റൊരു വേൾഡ് കപ്പിലും നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ വേൾഡ് കപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത ലെസർ നോൺ കൺട്രീസ് ഉണ്ട്. ഇപ്പോൾ കേപ്പ് വെർദെ ഐലൻഡ് പോലെയുള്ള ടീമുകൾ പ്രോഗ്രസ് ചെയ്ത് വന്നിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വേൾഡ് കപ്പാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിജയിക്കാൻ പറ്റും, പക്ഷേ കടുത്ത പോരാട്ടമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മൊറോക്കോയെ ഫേവറിറ്റുകളായിട്ട് കാണുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരുടെ കളിയെ കാണുന്നത്? കാരണം കുറേ കാലമായിട്ട് അവരെ ആരും ഫേവറിറ്റുകളായിട്ട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ദേ ഹാവ് എ ഗ്രേറ്റ് ടീം, നമ്മളത് അംഗീകരിക്കണം. അവർക്കൊരു മികച്ച ടീമുണ്ട്, അവർ അണ്ടർ-20 വേൾഡ് ചാമ്പ്യൻസ് ആണ്, അവരുടെ പ്ലെയേഴ്സ് ലോകത്തെ ടോപ്പ് ലീഗുകളിൽ ടോപ്പ് ടീമുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് ഒരു പിടി മികച്ച ഫുട്ബോളേഴ്സ് ഉണ്ട്, ഞാൻ അവരെ വേൾഡ് കപ്പിൽ ഫേവറിറ്റുകളായിട്ടാണ് കാണുന്നത് എന്നുകൂടി സ്പാനിഷ് കോച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.